അപ്പൊ വെറോണിക്ക, ഞാനൊരു രഹസ്യം പറയാം, പക്ഷേ അതെന്നെ പറ്റിയുള്ള രഹസ്യമല്ല, അഗസ്റ്റീനയെ പറ്റിയുള്ള രഹസ്യമാണ്. അതായത് ആന്റിയെ പറ്റിയുള്ള രഹസ്യം. വെറോണിക്ക തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തെടുത്ത് അഗസ്റ്റീനയ്ക്ക് കാണിച്ചു കൊടുക്കും. ആ കത്ത് അഗസ്റ്റീന മാഴ്സലോയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നായിരുന്നു. ആന്റി മാഴ്സലോയ്ക്ക് കൊടുത്ത സമ്മാനമായ പുസ്തകത്തിൽ ഈ കത്തുണ്ടായിരുന്നു. തന്റെ മനസ്സ് തുറന്ന് ആന്റി മാഴ്സലോയ്ക്ക് എഴുതിയ പ്രണയലേഖനമാണത്. എന്നാൽ അത് മാഴ്സലോ ഒരിക്കലും കണ്ടിട്ടില്ല. അതേ പുസ്തകം മരിച്ചുപോയ പ്ലേ ബോയ് അപ്പൂപ്പൻ വെറോണിക്കയ്ക്ക് സമ്മാനമായിട്ട് നൽകി, തുറന്നുപോലും നോക്കാതെ. ആളൊരു വില്ലൻ തന്നെയാ. അങ്ങനെ ആ കിട്ടിയ പുസ്തകത്തിൽ നിന്നുമാണ് വെറോണിക്ക ഈ കത്ത് കാണുന്നത്. അപ്പൊ ഇതൊരിക്കലും മാഴ്സലോ വായിച്ചു നോക്കിയിട്ടില്ലേ, കണ്ടില്ലായിരുന്നോ എന്നും പറഞ്ഞ് ആന്റി വിഷമിക്കുന്നുണ്ടാവും. ഇത് കാണുമ്പോൾ പെൺമക്കള്, ആന്റി നിങ്ങളുടെ ഇത് കള്ളപ്രണയമാണ്, അതിന് ഇത്ര ഇമോഷണൽ ആവേണ്ട ആവശ്യമില്ല, ദയവ് ഇത് കുറച്ച് മര്യാദ കാണിക്കണം, ഞങ്ങളുടെ അപ്പനെ തട്ടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുകയായിരുന്നു. അത് കേൾക്കുമ്പോൾ ആന്റി പറയും, ഒരിക്കലുമില്ല മക്കളെ, ഞാൻ പ്രണയിച്ചിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ലെറ്റർ എഴുതിയത്. ഇത് എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് കുറ്റബോധം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്നലെ രാത്രി ആ കുറ്റബോധം അറിയിക്കാൻ വേണ്ടി ഞാൻ നിന്റെ പപ്പയെ കാണാൻ ചെന്നു. ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു. എന്നാൽ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം ഈ കത്ത് പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് കേട്ട് കൊച്ചുമോള് ചോദിക്കും, നിങ്ങൾ എപ്പോഴാണ് പപ്പയെ കാണാൻ ചെന്ന്? മരിയ ചായ കൊടുക്കുന്നതിന് മുന്നേ ആണോ അതോ ചായ കൊടുത്ത് കഴിഞ്ഞിട്ടാണോ? ആന്റി പറയുന്നു, ചായ കൊടുക്കുന്നതിന് മുന്നേ ആണ്. കാരണം ഞാൻ ആ മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ ചായ പാത്രമോ ട്രേയോ ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് സത്യമാണ്, ഞാൻ കുറ്റവാളി അല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആന്റിക്ക് ആസ്മയുള്ളതുകൊണ്ട് ശ്വാസം മുട്ടാൻ തുടങ്ങും. ഈ ആസ്മയ്ക്കുള്ള മരുന്ന് എപ്പോഴും ആന്റിയുടെ മുറിയിൽ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ആ മരുന്നെടുക്കാൻ വേണ്ടി കൊച്ചുപെണ്ണ് ഓടി ചെല്ലുന്നു. എന്നാൽ ആ മരുന്ന് ആന്റിയുടെ മുറിയിലില്ല, അതാരോ എടുത്തു മാറ്റിയിരിക്കുന്നു. ഞാൻ എന്റെ മുറിയിലൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അത്രയും നേരം വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടിരുന്ന അമ്മൂമ്മ എഴുന്നേൽക്കും. അമ്മൂമ്മേ, അപ്പൊ നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ എന്ന് പിള്ളേര് ചോദിക്കുന്നുണ്ട്. ഇതൊരു ക്രിസ്മസ് അത്ഭുതമാണെന്നും പറഞ്ഞ് അമ്മൂമ്മ എഴുന്നേറ്റിട്ട്, ഞാൻ അറിയാതെ എഴുന്നേറ്റ് പോയതാ, ഇപ്പൊ എനിക്ക് ക്ഷീണാവുന്നു പറഞ്ഞ് വീണ്ടും ഇരിക്കും. അത് കഴിയുമ്പോൾ ഞാൻ നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് മൂത്ത മോള് ചെന്ന് എല്ലാ മുറിയിലും പരിശോധിച്ച് ഈ മരുന്നെടുത്തുകൊണ്ട് വരും. നിനക്കിത് എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ മുറിയിൽ നിന്നും കട്ടിലിനടിയിൽ നിന്നുമാണ് ഈ മരുന്ന് കിട്ടിയെന്ന് മോള് പറയും. അപ്പൊ ആന്റി, നിന്റെ ഭർത്താവിനെ സ്നേഹിച്ചു എന്നുള്ള ഒരൊറ്റ കുറ്റത്തിന് നീ സ്വന്തം അനിയത്തിയെ കൊല്ലാൻ നോക്കിയല്ലേടി എന്നും പറഞ്ഞ് കരയാണ്. അപ്പൊ അമ്മച്ചി ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ്, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, നിങ്ങൾ എല്ലാവരെയും സ്നേഹിച്ച കുറ്റത്തിനാണോ നിങ്ങൾ എന്നെ ഫ്രെയിം ചെയ്യുന്നത്? ആരോ എന്നെ കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ്, അതൊരിക്കലും എന്റെ കുടുംബമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്റെ കുടുംബം എപ്പോഴും എന്റെ കൂടെ തന്നെയാണ്, കുടുംബത്തിലല്ലാത്ത ഒരൊറ്റ ആള് വെറോണിക്ക മാത്രം. നീയാണ് എന്നെ കൊടുക്കാൻ നോക്കണേ എന്നും പറഞ്ഞ് അമ്മച്ചി കുടുംബത്തെ മുഴുവൻ ഒരു സൈഡ് പിടിച്ചിർത്തി വെറോണിക്കയെ മാത്രം മാറ്റി നിർത്തും. എന്നിട്ട് വെറോണിക്കയോട് പറയാണ്, മാഴ്സലോ അദ്ദേഹത്തിന്റെ വിൽപത്രത്തിൽ നിന്റെ പേരും കൂടെ ഉൾപ്പെടുത്താനിരുന്നു, അത് നിനക്കറിയാം. അങ്ങനെയാണെങ്കിൽ നീ തന്നെ അദ്ദേഹത്തെ കൊല ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കേട്ട് വെറോണിക്ക പറയും, എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, അതിന് ഞാനും മാഴ്സലയും തമ്മിൽ ബന്ധമില്ലല്ലോ. അപ്പൊ ജോലിക്കാരി, ഇല്ല, നിനക്കത് അറിയുമായിരുന്നു. കാരണം ഇന്നലെ രാത്രി ചായ കൊടുക്കാൻ വേണ്ടി പോയിരുന്ന സമയത്ത് താൻ മാഴ്സലോടെ കൂടെ ആ മുറിയിലുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ ശല്യം ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് വരാതിരുന്നാണ്. അത് കേൾക്കുമ്പോൾ വെറോണിക്ക പറയും, മരിയ പറഞ്ഞ സത്യമാണ്, ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു, പക്ഷെ ഞാൻ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, എന്നെ കുറ്റപ്പെടുത്തരുത്. പക്ഷെ എന്റെ സംശയം അതല്ല, മാഴ്സലോ അദ്ദേഹത്തിന്റെ വിൽപത്രത്തിൽ എന്റെ പേര് ഉൾപ്പെടുത്താനിരുന്നത് നീ അറിഞ്ഞ് അദ്ദേഹം സൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തെ കൊന്നോന്നുള്ളതാണ് എന്റെ സംശയം. അത് കേട്ട് അമ്മച്ചി പറയും, എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, അങ്ങേര് വക്കീലിനെ കാണുന്നതോ വിൽപത്രം എഴുതുന്നതോ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അദ്ദേഹം വക്കീലിനെ കാണാൻ തീരുമാനിച്ചോ ഇല്ലയോ അതറിഞ്ഞതിന് ശേഷം മതി നമ്മളിൽ ആരാണ് കുറ്റവാളി എന്ന് ഉറപ്പിക്കാൻ. അങ്ങേര് വക്കീലിനെ കാണാൻ തീരുമാനിച്ചോ ഇല്ലയോ എന്നുള്ള വിഷയം ആർക്കാണ് അറിയാം? അത് കേൾക്കുമ്പോൾ മൂത്ത മോള് പറയും, എനിക്കറിയാം, എന്നോട് അദ്ദേഹം ഇന്നലെ രാത്രി പറഞ്ഞിരുന്നു. അദ്ദേഹം വിൽപത്രത്തെക്കുറിച്ച് ആ സമയം വരെ ആലോചിച്ചിരുന്നില്ല. അപ്പോഴാണ് ഞാൻ കയറി ചെന്ന് ഞാൻ ഗർഭിണിയാണെന്നുള്ള കാര്യം പപ്പയോട് പറയുന്നു. അതറിഞ്ഞതിന് ശേഷമാണ് പപ്പ ഇന്ന് വക്കീലിനെ കാണാം, അവരവർക്ക് വേണ്ടത് അവരവർക്ക് എഴുതി വെക്കാം എന്ന് തീരുമാനിച്ചത്. അത് കേൾക്കുമ്പോൾ അമ്മ പറയും, അപ്പൊ സത്യം അറിയുന്നത് നിനക്ക് മാത്രമാണ്, സ്വത്തുക്കളൊന്നും പിരിഞ്ഞു പോകണ്ട എന്നുള്ള വിചാരത്തിലും എന്നോടുള്ള ദേഷ്യത്തിലും നീ എന്നെ കൊടുക്കാൻ നോക്കിയതാണോ എന്ന് അമ്മ മോളോട് ചോദിക്കും. കാരണം എന്റെ ബെഡിനടിയിൽ നിന്നും മരുന്ന് കണ്ടെത്തിയത് നീയാണ്, നീയല്ലേ എന്നെ ഫ്രെയിം ചെയ്യാൻ നോക്കുന്നത്. അതിന് മൂത്ത മോള് പറയും, അമ്മ എന്നെ സംശയിക്കാൻ പാടുണ്ടോ? പണത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മ വിചാരിക്കുന്നുണ്ടോ? പണമാണോ വലുത്? അത് കേൾക്കുമ്പോൾ അമ്മ പറയും, പിന്നെ പണം വലുതല്ലേ? നീ പള്ളയിലായിട്ട് വന്നിട്ട് ആ കൊച്ചിനെ ആരാ നോക്കാൻ പോകുന്നു? നിന്നെ ആരാ നോക്കാൻ പോകുന്നു? ഈ കൊച്ചിന്റെ തന്തയെ കാണുന്നില്ലല്ലോ, നീ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്? അതിന് പണം വേണ്ടേ? ഇത് കേൾക്കുമ്പോൾ അമ്മൂമ്മ പറയും, നീ വെറുതെ അവളെ കുറ്റപ്പെടുത്താതെ, നിനക്ക് ഈ പ്രായത്തിലുണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെയാണ് അവൾക്കും ഉണ്ടായിരിക്കുന്നത്, അതിന് അവളെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ അമ്മച്ചി അമ്മൂമ്മയോട് വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ തോന്നിയാസം പറയാതെ, നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പോകുന്നത്? അമ്മൂമ്മ പറയും, തോന്നിയാസല്ല, നിനക്ക് ഓർമ്മയില്ലേ, പൊക്കമുള്ള സുന്ദരനായ ഒരു പയ്യൻ, അവരുമായിട്ടല്ലേ നിനക്ക് ബന്ധം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും അമ്മച്ചി അമ്മൂമ്മയുടെ മണ്ടയ്ക്ക് ഒരു കുപ്പി കൊണ്ട് അടിച്ചിട്ട് അവരെ ബോധം കെടുത്തി സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിടും. എന്നിട്ട് ചിരിച്ചുകൊണ്ട് തിരിച്ചു വന്നിട്ട്, അമ്മ വെള്ളമടിച്ച് ഫിറ്റായപ്പോ എന്തോ പിച്ചും പേയും പറഞ്ഞെന്ന് പറയും. പക്ഷെ മക്കള് വിടാൻ തീരുമാനിച്ചിട്ടില്ല. അമ്മയെ സത്യം പറയും, അമ്മൂമ്മ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ചെറുപ്പത്തിൽ സംഭവിച്ചെന്ത്? ആരാണത്? ചെറിയ മോളത് ചോദിക്കുമ്പോൾ മൂത്ത മോള് കരഞ്ഞോണ്ട്, അപ്പൊ അമ്മേ, പപ്പയല്ലേ എന്റെ പപ്പ, നിങ്ങളതെന്നോട് മറക്കുകയായിരുന്നു, സത്യം പറയും. അവള് വിഷമിച്ചിട്ട് അവളുടെ മുറിയിലേക്ക്
ഓടിപ്പോവും. കുറച്ചു കഴിയുമ്പോൾ അമ്മയും ആ മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്തായാലും മോൾക്ക് മനസ്സിലായി അവള് ഡാഡിയാണെന്ന് വിചാരിച്ചിരുന്ന ആളല്ല അവളുടെ യഥാർത്ഥ ഡാഡി. മോൾ അമ്മയോട് ചോദിക്കുകയാണ്, പപ്പയ്ക്ക് ഇത് അറിയായിരുന്നോ എന്ന്. അമ്മച്ചി പറയും, പപ്പയ്ക്ക് അറിയായിരുന്നു. ഞാൻ 3 മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് പപ്പ എന്നെ കല്യാണം കഴിച്ച്. പപ്പ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് മോൾ ചോദിക്കും. അമ്മച്ചി പറയും, ചിലപ്പോ ഞാൻ സുന്ദരിയായിരുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ അമ്മൂമ്മയുടെ കയ്യിൽ ധാരാളം സ്ത്രീധനം ഉള്ളത് കൊണ്ടാവാം. ആ പണം വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ വീട് വാങ്ങിച്ചത്. പക്ഷെ ഒരിക്കലും ഒരു രണ്ടാനച്ഛനെ പോലെ അങ്ങേര് നിന്നോട് പെരുമാറിയിട്ടില്ല. സ്വന്തം അച്ഛനെ പോലെയാണ് വളർത്തിയത്. ഒരു മാറ്റവും കണ്ടിട്ടില്ലായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അങ്ങേര് ചെയ്തുകൊണ്ടിരുന്ന തോന്നിയാസങ്ങൾ ഞാൻ ചോദ്യം ചെയ്യാതിരുന്നു. അത് കേൾക്കുമ്പോൾ മോള് ചോദിക്കും, എന്റെ ശരിക്കുള്ള അച്ഛൻ ആരാണെന്ന്. അമ്മച്ചി പറയാണ്, അംബർട്ടോ എന്ന് പറയുന്ന സുമുഖനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, എന്റെ ഇളം പ്രായത്തിലെ കാമുകൻ. എന്തുകൊണ്ടോ ഞങ്ങൾ തമ്മിൽ ഒരുമിക്കാൻ കഴിഞ്ഞില്ല. ഒരു ആക്സിഡന്റിൽപ്പെട്ട് അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ മോള് ചോദിക്കും, എന്നെ കാണുമ്പോൾ അമ്മയ്ക്ക് കുറ്റബോധം തോന്നാറുണ്ടോ, വിഷമം തോന്നാറുണ്ടോ? അമ്മ പറയും, ഒരിക്കലുമില്ല. നിന്നെ കാണുമ്പോൾ എനിക്ക് സ്നേഹം മാത്രമേ തോന്നാറുള്ളൂ. ഞങ്ങളുടെ സ്നേഹത്തിന് കിട്ടിയ സമ്മാനമായിരുന്നു നീ. ഞാൻ ഒരിക്കലും എന്റെ മോൾ ഒരു കുറച്ചിലായി കണ്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അമ്മ ഈ വീട് വിട്ടു പോകാൻ തീരുമാനിക്കണമെന്ന് മോൾ അമ്മയോട് ചോദിക്കും. അമ്മ പറയും, ഞാൻ ഇവിടം വിട്ടു പോകാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ എല്ലാവരെയും വിട്ടു പോകണമെന്ന് വിചാരിച്ചിട്ടില്ല. നിങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കുകയായിരുന്നു. അച്ഛൻ ഇങ്ങനെ പെണ്ണും പിടിച്ച് നടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് സമാധാനമില്ലാതെ വീട്ടിൽ കഴിയുക? അതുകൊണ്ടാണ് ഞാൻ പോകാൻ തീരുമാനിച്ചതെന്ന് അമ്മ പറയും. ഈ സമയത്ത് ആന്റിയുടെ മുറിയിലേക്ക് ജോലിക്കാരി കയറി വരുന്നുണ്ട്. ആന്റി ജോലിക്കാരിയോട് തന്റെ വിഷമം പറയുക, എന്നെ ആരും കല്യാണവും കഴിക്കുന്നില്ല, ആരും സ്നേഹിക്കുന്നില്ല, ഒരാണിന്റെയും സ്നേഹം പറ്റാനുള്ള യോഗ്യതയില്ല എനിക്ക്. അവസാനം വരെയും കന്യാത്വം നഷ്ടപ്പെടാതെ ഞാൻ മരിക്കേണ്ടി വരും. നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ആണുങ്ങളെ ആകർഷിപ്പിക്കാൻ കഴിയുന്നുണ്ടല്ലോ, ദയവേത് എനിക്കും പറഞ്ഞു തരുമോ അതിന്റെ വഴി എന്താണെന്ന്? എന്നെയാണെങ്കിൽ കാണാനും കൊള്ളില്ല. അത് കേൾക്കുമ്പോൾ മരിയ പറയും, നിങ്ങളെ കാണാൻ കൊള്ളില്ല എന്നാരാ പറഞ്ഞത്? നിങ്ങളൊരു സുന്ദരിയാണ്, പക്ഷെ മനസ്സിനകത്ത് സുന്ദരിയാണെന്നുള്ള വിചാരം വേണം. അതാണ് നിങ്ങൾക്കില്ലാത്തത്. ആണുങ്ങളെ കാണണം, സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീടിനകത്ത് അടച്ചുപൂട്ടി കിടക്കരുത്. പുറത്തൊക്കെ പോകണം, ചില ക്ലാസ്സുകൾക്ക് പോകണം, മാർക്കറ്റിൽ പോകണം, ഇടയ്ക്ക് ചർച്ചിൽ പോകണം. അവിടെ എല്ലാം പുരുഷന്മാർ വരുമല്ലോ, അവരുടെ മുന്നിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കണം. ഞാനൊരു സുന്ദരിയാണെന്നുള്ള വിചാരത്തിന്റെ ഗൗരവവും ആത്മവിശ്വാസവും കാണിക്കണം. എന്നാലേ അവർ ഇഷ്ടപ്പെടുള്ളൂ. എല്ലാത്തിനും മാർഗമുണ്ട്. ആദ്യം നിങ്ങളുടെ അപ്പിയറൻസ് മാറ്റണം എന്ന് പറഞ്ഞിട്ട് മരിയ ആന്റിക്ക് പുതിയ വസ്ത്രങ്ങൾ ധരിക്കാൻ കൊടുക്കുന്നു. അവരെ ഗെറ്റപ്പൊക്കെ ചേഞ്ച് ചെയ്യാണ്. ഈ സമയത്തായിരിക്കും മൂത്ത മോളും അമ്മയും ലിവിംഗ് റൂമിലേക്ക് കടന്നു വരുന്നു. അവര് ഇളയ മോളോട് ചോദിക്കും, വെറോണിക്ക എവിടെയാണെന്ന്. വെറോണിക്കയെ കാണുന്നില്ല. എന്നാൽ വെറോണിക്കയുടെ പേഴ്സ് മാത്രം ടേബിളിലുണ്ട്. നമുക്ക് ആ പേഴ്സിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാന്ന് പറഞ്ഞ് ഇവര് പേഴ്സ് തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു തോക്കുണ്ട്, ചെറിയൊരു പിസ്റ്റൾ. അപ്പോഴായിരിക്കും ആന്റി അഗസ്തിന മാലാഖയെ പോലെ വസ്ത്രമൊക്കെ ധരിച്ചു വന്നിരിക്കുന്നു. ഞാനാണ് അവരുടെ ഗെറ്റപ്പും സെറ്റപ്പും മാറ്റി കൊടുത്തത്, ഇപ്പൊ അവര് കാണാൻ സുന്ദരിയല്ലേ എന്ന് ചോദിക്കും മരിയ. അപ്പോഴായിരിക്കും വെറോണിക്ക കടന്നു വരുന്നത്. നീ ഇത്ര നേരം എവിടെ പോയതാണെന്ന് ഇവര് ചോദിക്കുമ്പോൾ ഞാൻ ബാത്റൂമിൽ പോയതാണെന്ന് അവൾ പറയും. നിന്റെ പേഴ്സിനകത്തൊരു പിസ്റ്റൾ ഉണ്ടല്ലോ, സൗഹൃദത്തിന് വേണ്ടിയിട്ടാണ് നീ വന്നതെങ്കിൽ പിന്നെന്തിന് തോക്ക് മറച്ചെടുത്തുകൊണ്ട് വരണം? സത്യം പറ, എന്താണ് നീ മറയ്ക്കാൻ നോക്കുന്നത്? അത് കേട്ട് വെറോണിക്ക പറയും, എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ തോക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഇത് മറ്റാരോ ചെയ്യുന്ന ചതിയാണ്. ആദ്യം നിങ്ങളെ കൊടുക്കാൻ നോക്കി, ഇപ്പൊ എന്നെ ഫ്രെയിം ചെയ്യാൻ നോക്കുന്നു. ഇവിടെയുള്ള ആരോ തന്നെ കളിക്കുന്ന കളിയാത്. ഇതവള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോകുന്നു. എല്ലാവരും പേടിച്ച് നിലവിളിക്കും. ഉടനെ മരിയ ഓടിച്ചെന്ന് റാന്തൽ വിളക്ക് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പൊ അവർക്ക് ഫോണില്ല, കാറില്ല, വീട്ടിൽ കരണ്ടുമില്ല, പോലീസിനെ വിളിക്കാൻ ഒരു മാർഗവുമില്ല. ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? ഗേറ്റ് പൂട്ടി വെച്ചിരിക്കുന്നതാണെന്ന് മരിയ കണ്ടിരുന്നു. എന്നാൽ അതിൽ കയറി ചാടാൻ പറ്റുമെന്ന് നോക്കിയിട്ടില്ല. അതൊന്ന് ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞ് മരിയ അമ്മച്ചിമാരെല്ലാം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള കുട്ടികളെയും കൊണ്ടുപോകും. ഇപ്പൊ വെറോണിക്കയും അമ്മച്ചിയും മാത്രമേ വീടിനകത്തുള്ളൂ. വെറോണിക്ക അമ്മച്ചിയോട് പറയും, താൻ എന്നോടൊരു നന്ദി പറയണം. കാരണം സീക്രട്ട് എല്ലാം റിവീൽ ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഞാൻ ആന്റിയുടെ സീക്രട്ടാണ് റിവീൽ ചെയ്ത്, നിന്റെ സീക്രട്ട് റിവീൽ ചെയ്തില്ല. അപ്പൊ അമ്മച്ചി ചോദിക്കും, എന്റെ സീക്രട്ട് എന്താണെന്ന് നിനക്കറിയാമെന്ന്. നിനക്കൊരു കാമുകനുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് വലിയ വിഷമത്തിലുള്ള വിധവയായിട്ടല്ല ഞാൻ നിന്നെ കാണുന്നു. ഇപ്പോഴും പ്രണയിച്ച് നടക്കുന്ന ഒരു യുവന കാമുകിയുടെ മുഖമാണ് നിനക്ക്. അത് കേൾക്കുമ്പോൾ അമ്മച്ചി പറയും, നീ തെറ്റിദ്ധരിച്ച. ഞാൻ മാർസലോയെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. ഞാനല്ല അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത. അദ്ദേഹത്തിന് എന്നെ അദ്ദേഹത്തിന്റെ പങ്കാളിയായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് വിട്ടുപോകാൻ തീരുമാനിച്ച ആ കാര്യം ഇന്നലെ ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. എന്നാൽ നീ പറയുന്നത് പോലെ പ്രണയത്തിന് വേണ്ടിയോ കാമുകന് വേണ്ടിയോ അയാളുടെ കൂടെയോ അല്ല ഞാൻ വിട്ടുപോകുന്നു. എന്റെ ഒരു സമാധാനത്തിന് കുറച്ചുനാൾ മാറി നിൽക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇപ്പൊ ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇനി നിന്നോട് ചോദിക്കാം. അമ്മച്ചി വെറോണിക്കയോട് ചോദിക്കും, നീ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ആരാണ് അദ്ദേഹം? എനിക്കറിയാമോ? വെറോണിക്ക പറയും, നിനക്ക് അറിയുന്ന ആള് തന്നെയാണ്. അതെന്റെ ഭർത്താവാണോ എന്ന് അമ്മച്ചി ചോദിക്കുന്നുണ്ട്. വെറോണിക്ക, അല്ല, ഇപ്പോൾ എന്റെ കാമുകൻ എന്തായാലും നിന്റെ ഭർത്താവല്ല. അപ്പൊ എനിക്ക് അയാളെ അറിയുമോ എന്ന് അമ്മച്ചി ചോദിക്കും. ഉറപ്പായിട്ടും നിനക്കറിയാം. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ ആളുടെ പേര് പറയാം, നീ നിന്റെ ആളുടെ പേര് പറയും. അപ്പൊ അമ്മച്ചി, വേണ്ട, നീ നിന്റെ ആളുടെ പേര് പറയും. അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അയാളുടെ പേര് പറയാം. 1, 2, 3 പറഞ്ഞിട്ട് ഒരുമിച്ച് അയാളുടെ പേര് പറയാന്ന് പറയും. എന്നാ ശരിയെന്നും പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് അയാളുടെ പേര് പറയുന്നു. സെയിം ആളുടെ പേര് തന്നെയാണ് രണ്ടുപേരും പറയുന്നത്, സെർജിനോത്രി, അതായത് ഭർത്താവിന്റെ പുതിയ അസോസിയേറ്റ്. ഇത് കേട്ടുടനെ അമ്മക്കിളികൾ രണ്ടുപേരും മുടി പിടിച്ച് വലിച്ച് അടിയുണ്ടാക്കാൻ തുടങ്ങും. നിനക്ക് എല്ലാ കാലത്തും എന്റെ ആണുങ്ങളെ തന്നെ വേണോടി എന്ന് ചോദിച്ചിട്ട് അമ്മ വെറോണിക്കയെ പിടിച്ച് കടിക്കുകയാണ്. ഈ സമയത്ത് ബാക്കിയുള്ള പെണ്ണുങ്ങൾ എങ്ങനെയെങ്കിലും ആ ഗേറ്റ് ചാടി കടക്കാൻ ശ്രമിക്കും. കുഞ്ഞുമോളാണ് അതിന് മോളി വരെ കയറാൻ നോക്കുന്നത്. പക്ഷെ ഒരുപാട് പൊക്കമുള്ളതുകൊണ്ട് അവൾക്ക് കയറാൻ കഴിയുന്നില്ല. മാത്രമല്ല കുറെ കള്ളി
വള്ളിമുൾ ചെടികളുണ്ട്. കയ്യും കാലും മുള്ളിപ്പെട്ട് കീറാൻ തുടങ്ങും. മാത്രമല്ല കൊടും തണുപ്പും. സോ മതില് ചാട്ടം അത്ര എളുപ്പമല്ലാന്ന് അവർക്ക് മനസ്സിലായി. ഈ സമയത്തായിരിക്കും വീടിനകത്തുനിന്ന് കരച്ചിൽ കേൾക്കുന്നത്, അമ്മച്ചിമാരുടെ കരച്ചിൽ കേൾക്കുന്നത്. ഇവര് പേടിച്ച് അവർക്ക് എന്താണാവോ സംഭവിച്ചതെന്ന് നോക്കാൻ വേണ്ടി വീട്ടിലേക്ക് ഓടി വരിക. ആ സമയം അടിയെല്ലാം കഴിഞ്ഞിട്ട് വെറോണിക്ക പറയും, ഇനി നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ആണുങ്ങൾ നമ്മളെ പറ്റിക്കുന്നു, നമ്മൾ അതിന് നിന്ന് കൊടുക്കുകയാണ്. എന്റെ സംശയം അതല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന അതേ ആണിനെയാണ് നീയും ഇഷ്ടപ്പെടുന്നത്. നമ്മൾ രണ്ടുപേരുടെയും ടേസ്റ്റ് ഒന്നാ. ഇനിയും ആണുങ്ങളെ സ്നേഹിച്ച് ജീവിതം പാഴാക്കണോ? രണ്ടുപേരുടെയും ടേസ്റ്റ് ഒന്നാണെങ്കിൽ നമ്മൾ രണ്ടുപേർക്കും ഒന്ന് ഉമ്മ വെച്ച് നോക്കിയാലോ? ഇതുവരെ താൻ ഒരു പെണ്ണിന് ഉമ്മ വെച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നമുക്കൊന്ന് ഉമ്മ വെച്ച് നോക്കാമെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും ഉമ്മ വയ്ക്കുന്ന സമയത്താണ് കുട്ടികളെല്ലാം വീടിനകത്തേക്ക് കയറി വരുന്നത്. അമ്മച്ചി ഒന്നും സംഭവിക്കാത്ത പോലെ അമ്മൂമ്മയെ പൂട്ടിയിട്ടിരിക്കുക, നിങ്ങൾ ചെന്ന് വിളിച്ചോണ്ട് വാന്ന് പറയും. കുഞ്ഞുമോൾ ചെന്ന് സ്റ്റോർ റൂമിൽ നിന്ന് അമ്മൂമ്മയെ വിളിച്ചുണർത്തി പിടിച്ചോണ്ട് വരികയാണ്. അപ്പൊ അമ്മൂമ്മ പറയും, നിന്റെ അമ്മയായിരിക്കും ഇവിടെ കൊലപാതകി, അവള് തരം കിട്ടി എല്ലാവരെയും തല്ലിക്കൊല്ലും, എന്നെ തല്ലിയത് കണ്ടില്ലേ? മോൾ അമ്മൂമ്മയെ ലിവിംഗ് ഹാളിലേക്ക് വിളിച്ചോണ്ട് വരുന്നു. ബാക്കി എല്ലാവരും ഇപ്പോൾ ലിവിംഗ് ഹാളിലുണ്ട്. അപ്പൊ മരിയ വന്നിട്ട് പറയും, ഇനിയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല, സത്യം തുറന്നു പറയേണ്ട സമയമായി. അത് നീ തന്നെ പറയുന്നോ അതോ ഞാൻ പറയുന്നോ എന്ന് മരിയ കൊച്ചുമോളോട് ചോദിക്കും. കൊച്ചുമോൾ എഴുന്നേറ്റ് പറയാണ്, ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്രിസ്മസ് കഥ പറയാം. എല്ലാ ദിവസവും അച്ഛന്റെ മുറിയിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്. അച്ഛൻ വിഷമത്തിലാണെന്ന് കൊച്ചുമോൾ മനസ്സിലാക്കി. അതുകൊണ്ട് ക്രിസ്മസിന്റെ തലേന്ന് കൊച്ചുമകൾ അച്ഛന്റെ മുറിയിൽ ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചു. അവൾ അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും കണ്ടു. 10 മണിക്ക് അച്ഛൻ മുത്തശ്ശിയെ വിളിച്ച്, അങ്ങേരുടെ ബിസിനസ് നഷ്ടത്തിലാണ്, കുറച്ച് പണത്തിന് ആവശ്യമുണ്ട്, നിങ്ങളുടെ സ്റ്റോക്ക് തരുമോ എന്ന് ചോദിക്കുകയുണ്ടായി. എന്നാൽ മുത്തശ്ശി മരിച്ചാലും അവരുടെ സ്റ്റോക്ക് കൊടുക്കില്ല എന്നും പറഞ്ഞ് അച്ഛനെ വിഷമിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് സീൻ 2. 10:30 മണിക്ക് ആന്റി അഗസ്റ്റിന അച്ഛനെ കാണാൻ വരുന്നു. താൻ എഴുതിയ കത്തിന് വേണ്ടി അച്ഛനോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷെ എല്ലാ കാലത്തും ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു, ആ സ്നേഹമെങ്കിലും മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അച്ഛനാവട്ടെ മറ്റു പല കുഴപ്പങ്ങളുള്ളതുകൊണ്ട് ആന്റി അഗസ്റ്റിനയെ അവിടെ നിന്ന് ഉടനെ തന്നെ പറഞ്ഞു വിടുകയുണ്ടായി. സീൻ 3. 11 മണിക്ക് ഞങ്ങളുടെ സ്നേഹപ്രിയയായ അമ്മ അച്ഛന്റെ മുറിയിലേക്ക് കടന്നു വന്ന്, കുട്ടികൾ ക്രിസ്മസിന് വന്നതിന് ശേഷം അവർ പോയി കഴിഞ്ഞ് ഈ വീട് വിട്ടു പോവാണ്, അച്ഛനെ വിട്ടു പോവാണെന്നുള്ള കാര്യം അച്ഛനോട് പറഞ്ഞു. ഒരു വലിയ ക്രിസ്മസ് സമ്മാനമാണ് അമ്മ എന്റെ അച്ഛന് സമ്മാനിച്ചത്. സീൻ 4. കറക്റ്റ് 12 മണിയായപ്പോൾ അർദ്ധരാത്രി ചായയുമായി മരിയയും ആ മുറിക്കകത്തേക്ക് കടന്നു വരുന്നു. അവർ തമ്മിലുള്ള സ്നേഹപരിചരണം കഴിഞ്ഞ് മരിയ പോയതിനു ശേഷം 1 മണിക്ക് വെറോണിക്ക അച്ഛനെ കാണാൻ വരുന്നു. വെറോണിക്ക നാട് വിട്ടു പോവാണ്, ഇനി ഈ നാട്ടിൽ ജീവിക്കാനുള്ള വരുമാനമില്ല, അതുകൊണ്ട് താൻ പാരീസിലേക്ക് പോവാണ്, പോകാനുള്ള പണം തന്ന് സഹായിക്കണമെന്ന് അച്ഛനോട് ചോദിച്ചു. അച്ഛന് കൊടുക്കാൻ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് അവളുടെ പേര് വിൽപത്രത്തിൽ ഉൾപ്പെടുത്താമെന്ന് അച്ഛൻ വാക്കുകൊടുത്തു. വെറോണിക്ക പോയതിനു ശേഷം 3 മണിക്ക് അച്ഛന്റെ പൊന്നോമന മൂത്ത പുത്രി അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം അച്ഛനോട് കരഞ്ഞു പറയുന്നു. അപ്പൊ അച്ഛൻ, മോളെ പേടിക്കണ്ട, മോൾക്ക് ജീവിക്കാനുള്ള വകയും അച്ഛൻ വിൽപത്രത്തിൽ എഴുതി വെക്കുന്നുണ്ട് എന്ന് പറയുന്നു. മോളും കൂടെ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരുപാട് വിഷമത്തിലായി. ഇനിയും എന്തെങ്കിലും താങ്ങാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ആരും സഹായിക്കാനില്ല, എല്ലാവരും തന്നെ പിഴിഞ്ഞാണ് ജീവിക്കണമെന്ന് അച്ഛന് മനസ്സിലായി. ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം താൻ മരിച്ചു പോകുന്നതാണെന്ന് അച്ഛൻ വിചാരിച്ചു. അപ്പോഴാണ് ഒളിച്ചിരുന്ന കുഞ്ഞുമോള് പുറത്തു വന്നിട്ട് അച്ഛനോട് പറയുന്നത്, ഞാൻ എല്ലാം കേട്ടു അച്ഛാ, അച്ഛൻ വിഷമിക്കല്ലേ, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. എന്നാൽ അപ്പോഴും അച്ഛൻ പറഞ്ഞത്, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് മരിച്ചാൽ മതി എന്നാണ്. എന്നാ പിന്നെ ആ കാര്യത്തിനെങ്കിലും എനിക്ക് അച്ഛനെ സഹായിക്കണം എന്നുണ്ടായിരുന്നു. ഇത് കേട്ട് അമ്മ ഷോക്കാവും. നീ എന്താണ് പറയുന്നത്? അപ്പൊ പപ്പയെ കൊന്നത് നീയാണോ? മോൾ ചിരിക്കുന്നു. മരിയ മറുവശത്ത് നിന്നുകൊണ്ട് പറയും, ആരും മാഴ്സലോയെ കൊന്നിട്ടില്ല, കാരണം മാഴ്സലോ മരിച്ചിട്ടില്ല. മോള് പറയും, അതെ, അച്ഛന്റെ മരണം വ്യാജമാണ്, അത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ സമയം അത്രയും അച്ഛൻ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനെ ശരിക്കും സ്നേഹിക്കുന്നത് ആരാണ്? അച്ഛനെ ചതിക്കാൻ ശ്രമിക്കുന്ന ആരാണ്? പണത്തിനോടുള്ള അത്യാർത്തി ആർക്കാണ്? ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയും യാഥാർത്ഥ്യത്തിൽ തന്റെ സ്വത്തുവകകൾ ആരിലേക്കാണ് ചെന്നെത്തിപ്പെടേണ്ടത് അത് മനസ്സിലാക്കി വക്കീലിനെ കണ്ട് വിൽപത്രം തയ്യാറാക്കാനാണ് അച്ഛൻ തീരുമാനിച്ചത്. അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ, മരണപ്പെടുക. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ അച്ഛനെ സഹായിച്ചതെന്ന് മോളും മരിയയും പറയും. സോ ഇവരാണ് കത്തിയാൽ കുത്തി കൊല്ലപ്പെട്ടതുപോലെ അച്ഛനെ ബെഡി കടത്തിയത്. ഇത്രയും പേരെ സ്നേഹിച്ച ആ കൃഷ്ണന്റെ മുഖം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇവർ കാണിച്ചിട്ടില്ല. മോള് തന്നെയായിരുന്നു ഫോൺ വയറും കട്ട് ചെയ്തത്, കാറിന്റെ വയറും കട്ട് ചെയ്തത്, പിന്നെ ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചതും. ഇതെല്ലാം അവളാണ് ചെയ്തത്. സഹായിക്കാൻ വേണ്ടി മരിയ ഉണ്ടായിരുന്നു ഈ നാടകം കളിക്കാൻ. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അമ്മ കോപാകുലയാവും. ആ കരടി മനുഷ്യൻ ഞങ്ങളെല്ലാം പൊട്ടികളാക്കുമായിരുന്നു, വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ അയാളെ, എത്ര നേരം ടെൻഷൻ അടിപ്പിച്ചു. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് വേണോ ആരാണ് സ്നേഹിക്കണേന്ന് മനസ്സിലാക്കാൻ? ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് അമ്മച്ചി മക്കളെയും വിളിച്ച് വെറോണിക്ക ആന്റി എല്ലാവരും ചേർന്ന് അച്ഛന്റെ മുറിയിലേക്ക് കടന്നു ചെല്ലാം. അപ്പൊ അച്ഛനില്ല അവിടെ. എങ്ങോട്ടേലും ഓടിപ്പോയോന്ന് നോക്കാൻ വേണ്ടി ഇവര് ചുറ്റും പരിശോധിക്കുമ്പോണ്ട് അച്ഛൻ ഇപ്രാവശ്യം ശരിക്കും വീടിന്റെ മണ്ടയിൽ നിലത്തേക്ക് ചാടി മരണപ്പെട്ടിരിക്കുന്നു. ഈ പെണ്ണുങ്ങളെ യഥാർത്ഥ മുഖം കണ്ടിട്ട് ഇനി ജീവിച്ചിട്ടേ കാര്യമില്ല എന്ന് വിരക്തി തോന്നി ചാടി മരിച്ചാണോന്നറിയില്ല. എന്തായാലും ആളിപ്പോ ശരിക്കും മരണപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഇവര് ഫോണൊക്കെ ശരിയാക്കി പോലീസുകാരെ വിളിച്ചു വരുത്തും. എന്നിട്ട് പോലീസുകാരോട് പുള്ളിക്കാരന് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചാടി ആത്മഹത്യ ചെയ്തതാണെന്ന് പറയും. പോലീസുകാരനും സൂയിസൈഡ് റിപ്പോർട്ട് എഴുതിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞ് നമ്പറും കൊടുത്തിട്ട് പോവാൻ നിൽക്കുക.
അപ്പോൾ ആൻറ്റി അഗസ്തീന ആ നമ്പർ തട്ടിപ്പറിച്ചിട്ട് എൻ്റെ പേര് അഗസ്തീനയാണ്, എനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞ് ഇപ്പം കെട്ടിപ്പിടിക്കണം എന്നുള്ള അവസ്ഥയിൽ സ്നേഹപ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ആ പോലീസുകാരനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഊരി രക്ഷപ്പെട്ടാൽ മതിയെന്നുണ്ട്. അയാൾ ചെന്ന് കാറിൽ കയറുമ്പം തൻ്റെ സൗന്ദര്യം കാണിച്ചുകൊണ്ട് അഗസ്തീന കാറിന് മുന്നേ നിൽക്കും. അപ്പോൾ അമ്മൂമ്മ ഒരു കമൻ്റ് അടിക്കുകയാണ്, എടി കാറിൻ്റെ മുന്നിൽ നിന്ന് മാറ്, ഇയാൾ നിൻ്റെ മേത്തൂടെ കയറ്റിക്കൊണ്ട് പോകുന്നു. ആൻറ്റി കുറേ ടാറ്റയൊക്കെ കാണിച്ചിട്ട് മെല്ലെ മാറിക്കൊടുക്കും. അത് കഴിയുമ്പോൾ അമ്മ കൊച്ചുമോളോട് പറയാണ്, നീ ചെയ്ത് തീരെ ശരിയല്ല. സ്ത്രീകൾ പരസ്പരം സഹായിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ തമ്മി യുദ്ധം ചെയ്യല്ല വേണ്ടത്. ഒരാൺ എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീകൾ പരസ്പരം ചതിക്കുകയോ കൈവെടിയുകയോ ചെയ്യരുത്. അവരൊത്തുചേർന്നാണ് ഇരിക്കേണ്ടത്. എന്നാലേ കള്ളന്മാരായ ആണുങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ വെറോണിക്ക പറയും, എന്തായാലും ആ ഇൻസ്പെക്ടറെ കാണുമ്പോൾ ഒരു കള്ളനായിട്ട് തോന്നുന്നില്ല, എനിക്ക് അയാൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആൻറ്റി, ഇൻസ്പെക്ടറെ കുറിച്ച് നീ സംസാരിച്ചാൽ നിന്റെ തോലിരിച്ച് കളയുമെന്ന് പറയുന്നുണ്ട്. അതിന് മരിയ, ഞാനും ചിലപ്പോൾ ആൻറ്റിയെ സഹായിക്കും, കാരണം ഇൻസ്പെക്ടർ എനിക്കും ഇഷ്ടമായി എന്ന് പറയും. എൻ്റെ ഈശ്വര, ഞാൻ എന്തൊക്കെ കേൾക്കണം. എല്ലാം കഴിഞ്ഞിട്ട് മൂത്ത മോളോട് നിന്റെ കൊച്ചിൻ്റെ തന്ത ആരാടെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾ സത്യം പറയാൻ മടിച്ചുകൊണ്ടിരിക്കുക. ആരാണെന്നറിയില്ല, അറിഞ്ഞാലും ഇല്ലെങ്കിലും എന്തായാലും ഒരു കുഞ്ഞ് വരാൻ പോകുന്നതല്ലേ. ഇനിയിപ്പോൾ നമ്മളാരും ഈ വീട് വിട്ട് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ വീട്ടിൽ തന്നെ ആ ജനിക്കുന്ന കുഞ്ഞിനെയും കൊഞ്ചിച്ച് ജീവിക്കാമെന്നും പറഞ്ഞ് എല്ലാവരും വിദൂരത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അവിടെ വെച്ച് 7 Women and a Murder എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ത്രില്ലർ സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.